വിശേഷ ദിവസങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണങ്ങൾ തുടർക്കഥയാകുന്നു. കുന്നംകുളത്തെ സ്വർണ്ണ മോഷണ കേസിൽ പ്രതിയിലേക്ക് എത്താനാകാതെ ഇരുട്ടിൽ തപ്പി പോലീസ്. കുന്നംകുളം തൃശൂർ റോഡിൽ താമസിക്കുന്ന തപാൽ ജീവനക്കാരനായ കാർത്തിക്കിന്റെ വീട് കുത്തി തുറന്ന് 35 പവൻ സ്വർണം മോഷ്ടിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മോഷണം നടന്ന് ഒരാഴ്ചയാകുമ്പോഴും പ്രതികളിലേക്ക് എത്താൻ പോലീസിന് ഇനിയും സാധിച്ചിട്ടില്ല. കുന്നംകുളം ACP CR സന്തോഷ്, SHO ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി വിരലടയാളം ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തിയെങ്കിലും കാര്യമായ തെളിവുകളൊന്നും ഇനിയും ലഭിച്ചിട്ടില്ല. പ്രദേശത്തെ വിവിധ വീടുകളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചുവെങ്കിലും സംശയിക്കത്തക്ക രീതിയിൽ ആരെയും കണ്ടെത്താനായിട്ടില്ല. ഈ ഭാഗങ്ങളിൽ ഉള്ള വീടുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകൾ റോഡ് കൂടി ഉൾപ്പെടുന്ന രീതിയിൽ ഉള്ളവ അല്ലാത്തതാണ് പോലീസിന് ദൃശ്യങ്ങൾ ലഭ്യമാകുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നത്. നടന്ന വീട്ടിലും CCTV ക്യാമറ ഉണ്ടായിരുന്നില്ല. മോഷണം നടത്തിയത് ഒരാളാണെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിലെ പ്രാഥമിക നിഗമനം. പലരെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. വിവിധ ഇടങ്ങളിൽ നിന്ന് ഏറെ വിരലടയാളങ്ങൾ ലഭിച്ചുവെങ്കിലും പ്രതിയെ കണ്ടെത്താനാവാതെ കുഴയുകയാണ് പോലീസ്. മേഖലയിൽ വിശേഷ ദിവസങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണങ്ങൾ തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. 2023 ജനുവരി 1 ഇപ്പോൾ മോഷണം നടന്ന വീടിന്റെ പരിസരത്തുള്ള മറ്റൊരു വീട്ടിൽ നിന്ന് 90 പവൻ മോഷണം പോയിരുന്നുവെങ്കിലും അന്നത്തെ ACP ആയിരുന്ന TS സിനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘം മോഷണം നടന്ന് 10 ദിവസം തികയുന്നതിന് മുൻപ് തന്നെ പ്രതിയെ പിടികൂടുകയും 85 പവനിലധികം സ്വർണം തിരിച്ചുപിടിക്കുകയും ചെയ്തിരുന്നു. 2024 ജനുവരി 1 പ്രദേശത്ത് മോഷണം നടന്നുവെങ്കിലും കാര്യമായ നഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു മാസം മുൻപ് കേച്ചേരിയിലെ ഒരു സ്വർണ്ണക്കടയിൽ നിന്നും 6.5 പവൻ സ്വർണം കൈക്കലാക്കി കടന്നുകളഞ്ഞ തമിഴ്നാട് സ്വദേശിയെ തിരിച്ചറിഞ്ഞിട്ടും ഇതുവരെയും പിടികൂടാനും പോലീസിന് സാധിച്ചിട്ടില്ല. ന്യൂസ് ഫാക്ട്, കുന്നംകുളം.